നിങ്ങൾ ഒരാളെ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അവനെ പരസ്യമായി അവഹേളിക്കരുത്. അവൻ്റെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കരുത്. നിങ്ങൾ ഒരാളുടെ രഹസ്യങ്ങൾ മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങളുടെ രഹസ്യം മറച്ചു വെക്കും എന്നല്ലേ? പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. അവൻ്റെ ന്യൂനതകളല്ല പറയുന്നത്. ഒരാൾ നല്ല ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിലും അവരെ തമാശാക്കാം, അവരെ കളിയാക്കാം. നീ വലിയ സൂഫിയാണല്ലോ, നീ അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. അത് കുടുംബത്തിൽ നിന്നുണ്ട്, കുടുംബത്തിൻ്റെ പുറമേ ഉണ്ട്. നിങ്ങൾ അവരെ എന്തിനാണ് കളിയാക്കുന്നത്? അവരെ മനസ്സ് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ ഒന്നുകിൽ ഖൈറ് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ പഠിപ്പിച്ചത്? നിങ്ങൾ ഒരാളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നിങ്ങൾ ഖൈറ് പറയുക, അല്ലെങ്കിൽ ഔലി വിസ്മത്ത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആൾക്കാരുടെ മധ്യത്തിൽ വെച്ച് നീ വലിയ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഇഖ്ലാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവർ ചിരിച്ചാൽ അതൊരു രസമായിരിക്കുമെന്ന്. പക്ഷേ ആ ഇബാദത്ത് ചെയ്യുന്ന ആൾ, ദിക്ർ ചെല്ലുന്ന ആൾ എങ്ങാനും നിങ്ങൾക്കെതിരെ ദുആ എന്നാൽ അത് നിങ്ങളുടെ നാശത്തിനൊരു കാരണമാകും. ഇൻഷാ അല്ലാഹ് പരമാവധി നന്മ പറയാൻ ശ്രമിക്കുക, തിന്മയിൽ നിന്ന് വിദൂരമാകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.